നമസ്കാരം. തലസ്ഥാന നഗരത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കി ശക്തമായ കനത്ത മഴ. കേവലം ഒരു മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ തന്നെ തലസ്ഥാനത്തെ പ്രധാന റോഡുകളെല്ലാം തോടുകളായി മാറി. ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് മലിനജലം റോഡിലേക്ക് ഒഴുക്കോടെ പരന്നതോടെ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും ഒരുപോലെ ദുരിതത്തിലായി. റോഡുകളിൽ മുട്ടറ്റം വെള്ളം ഉയർന്നതിനെ തുടർന്ന് KSRTC ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങൾ പോലും വെള്ളം തുഴഞ്ഞ് കഷ്ടിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. ഇരുചക്ര വാഹനങ്ങൾ പലതും വളരെ ബുദ്ധിമുട്ടിയാണ് നഗരത്തിലൂടെ കടന്നുപോയത്. വഴിയാത്രക്കാർ തെന്നി വീഴാതെയും ഓടകളിൽ അകപ്പെടാതെയും അതീവ ജാഗ്രതയോടെ റോഡ് മുറിച്ചു കടന്നു. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കോർപ്പറേഷൻ നടപ്പിലാക്കിയ പ്രവൃത്തികൾക്കൊന്നും ഇപ്പോഴും മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന കടുത്ത അമർഷമുയരുന്നുണ്ട്. പ്രധാനമായും തമ്പാനൂരും ഈസ്റ്റ് ഫോർട്ടുമൊക്കെയാണ് വെള്ളത്തിനടിയിലായിട്ടുള്ളത്. എന്നാലും ഈ വിഷയത്തിൽ പ്രതികരണവുമായി നഗരസഭ മേയർ VV രാജേഷ് എത്തിയിട്ടുണ്ട്. 4 മാസം മാത്രമായതേ ഉള്ളൂ അധികാരത്തിൽ കയറിയിട്ട്. തങ്ങളാൽ സാധിക്കുന്നതൊക്കെ നിലവിൽ ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ റോഡുകളൊക്കെ തന്നെയും വൃത്തിയാക്കിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് പ്രധാനപ്പെട്ട പരിമിതിയായി അദ്ദേഹം ഉയർത്തിക്കാണിക്കുന്നത്. അദ്ദേഹം മറുനാടന് നൽകിയ മറുപടി ഇങ്ങനെയാണ്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മഴവെള്ളം വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ റോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ചരിവുണ്ട്, കുറച്ച് വെള്ളം നിൽപ്പുണ്ട്. അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെയൊക്കെ സാധാരണ ഒഴുകി പോകാറുണ്ട്. അല്ല, അത് ഈ റോഡ് നിർമ്മാണത്തിലെ ചരിവാണ്. അത് അവിടെ അശാസ്ത്രീയത ഉള്ളതാണ് തമ്പാൻ്റെ ഒക്കെ മേജറായിട്ട് പ്രശ്നമുള്ളത്. ചവറടിച്ച് കിടന്നതൊക്കെ തന്നെ ഞങ്ങളുടെ 1-2 മാസം മുമ്പ് ചവറുകൾ നീക്കം ചെയ്തുകൊണ്ട് തന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ വെള്ളം പൊങ്ങിയിട്ടില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ നിർമ്മാണത്തിലേക്ക് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാ വാർഡുകളിലും, ഒരു വാർഡിലും വെള്ളപ്പൊക്ക പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ സാധാരണ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്നൊരവസ്ഥ വരുന്നത്. ബാക്കി എല്ലാ വാർഡുകളിലെയും കാനകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ വൃത്തിയാക്കിയതുകൊണ്ട് പ്രാദേശികമായി അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഞങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ്. മഴക്കാല പൂർവശീകരണം 1.5 മാസം മുമ്പ് തന്നെ ആരംഭിച്ചു. എല്ലാ വാർഡുകൾക്കും 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ കഴിഞ്ഞവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസ് തന്നെ 3-4 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓടയിൽ നിന്ന് കോരിയ മണ്ണൊന്നും മുകളിൽ വെച്ചിട്ടില്ല, എല്ലാം മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒലിച്ചിറങ്ങുന്ന പ്രശ്നം വരുന്നില്ല. അങ്ങനെ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഒക്കെ തോടുകളുണ്ട്. ആ വലിയ തോടുകളാണ്. ആ തോടുകളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പൂർത്തിയാവും. അല്ല, തമ്പാൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും KRFBയും PWD ഒക്കെ വിളിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇടപെടലോടുകൂടി അതിന് സാധിക്കും.